ഒരു ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ നിവാസികൾക്ക് സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക അവകാശം അല്ലെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ആ സംസ്ഥാനത്തിന്റെ സിറ്റിസൺഷിപ്പ് നൽകുന്ന ആർട്ടിക്കിൾ കൂടിയായിരുന്നു 35A. ബിബാർ ജോയി ചുഴലിക്കാറ്റ് 2023 ജൂണിലാണ് അറബിക്കടലിൽ. കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അറബിക്കടലിൽ ഫോം ചെയ്യുന്ന ചുഴലിക്കാറ്റുകൾ നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഏറ്റവും ഒടുവിൽ ലഭിച്ച 2023 കേട്ടോ, ആകെ 8 തവണ അദ്ദേഹത്തിന് ബാലന്തിയോർ പുരസ്കാരം ലഭിച്ചു. നിലവിൽ വരുന്ന ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേയുടെ പേര് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ്. ദ്വാരക എക്സ്പ്രസ് വേ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് സെഷനിലോട് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഫേസ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വരാനിരിക്കുന്ന എക്സാമിന് ഈ ഒരു കറണ്ട് അഫേഴ്സ് പോർഷനിൽ നിന്ന് നമ്മുടെ ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചില ചോദ്യങ്ങളെ മുൻനിർത്തി അതിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ഇനി ചോദിക്കാം, അത്തരത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു എൻട്രീസ് ക്ലാസ്. കൂട്ടുകാരെ, നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ്സിലൂടെ അടക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയായിരുന്നു? 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? ഇവിടെ ആൻസർ നാഗാലാൻഡ് ആയിരുന്നു. നാഗാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകരിച്ചത് 1963 കേട്ടോ. 1963 നാഗാലാൻഡ് ഫോം ചെയ്തത്. എങ്കിൽ മണിപ്പൂരും മേഘാലയയും ത്രിപുരയും ഈ 3 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് 1972 1972. സോ ഈ 3 സംസ്ഥാനങ്ങൾ 2022 ആയപ്പോൾ 50ാം വാർഷികം ആഘോഷിച്ചു. ഇതായിരുന്നു ഇവിടെ ചോദിച്ച ഒരു ചോദ്യം. ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ വിഭജന ബില്ലാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ലും ജമ്മു കാശ്മീരിൻ്റെ ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും ഒക്കെയായിരുന്നു. നമ്മുടെ എക്സാമിന് ഇനിയും ചോദിക്കാം, ആ മേഖലയിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ നിന്ന് നമുക്ക് 2-3 കണ്ടന്റുകൾ കൂടി ക്രിപ്സ് ആൻഡ് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചിട്ടോ. ഇവിടെ നോക്കിയേ, ഒരു ചോദ്യമാണ്. ആ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനാണ്. സോ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിന് പ്രത്യേക സ്റ്റാറ്റസ് നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ഈ ആർട്ടിക്കിൾ കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തതെന്നായിരുന്നു. ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ശരി, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ പറയാം. ഈ ഒരു ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയേണ്ടത് 2019 ഓഗസ്റ്റ് 5. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജമ്മു കാശ്മീർ വിഭജന ബില്ലാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ലോട് കൂടിയാണ് ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കൂടാതെ 2 കേന്ദ്രഭരണ പ്രദേശം ആകുകയും ചെയ്തത്. സോ ആ ഒരു ബില്ലിൽ പറയുന്ന കാര്യങ്ങളും ആ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നോക്കിയേ, ജമ്മു കാശ്മീർ വിഭജന ബില്ല് അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് 2019. ഈ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായാണ്. ഒന്ന് പറഞ്ഞു, കേന്ദ്രമന്ത്രി അമിത്ഷായാണ് പാർലമെന്റിൽ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. പാർലമെന്റിലെ രാജ്യസഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാജ്യസഭ ഈ ബില്ല് അംഗീകരിച്ചത് എന്നു ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഓഗസ്റ്റ് 5, 2019. രാജ്യസഭ അംഗീകരിച്ചതെന്നായിരുന്നു ഓഗസ്റ്റ് 5, 2019. അടുത്തതായി ലോക്സഭ ഈ ബില്ല് അംഗീകരിക്കുന്നത് ഓഗസ്റ്റ് 6, 2019. ഓഗസ്റ്റ് 5 രാജ്യസഭ അംഗീകരിച്ചു. കൂടാതെ ലോക്സഭ അംഗീകരിച്ചതാണെങ്കിൽ ഓഗസ്റ്റ് 6 സോ ലോക്സഭയും അംഗീകരിച്ച ഈ ബില്ല് പിന്നീട് പോയത് നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിലോട്ടാണ്. രാഷ്ട്രപതി ഈ ബില്ലിൽ അസന്റ് നൽകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 5 രാജ്യസഭ അംഗീകരിച്ചു. ലോക്സഭ അംഗീകരിച്ച് ഓഗസ്റ്റ് 6 രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 9, 2019. എങ്കിൽ ഈ ബില്ല് നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഒക്ടോബർ 31, 2019. സോ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇവിടെ നോക്കാം. നമുക്ക് ഈ ബില്ല് എന്ത് ചെയ്തു, നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഒക്ടോബർ 31, 2019. ഇവിടെ നോക്കിക്കേ, കേന്ദ്ര സർക്കാർ ഈ ഒരു ആർട്ടിക്കിൾ 370 എന്ന ആർട്ടിക്കിൾ സസ്പെൻഡ് ചെയ്ത് 2019 ഓഗസ്റ്റ് 5 ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത ഈ ഒരു തീരുമാനം ശരിയാണെന്ന് നമ്മുടെ സുപ്രീം കോടതി വിധി കൽപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഡിസംബർ 11. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോണ്ടന്റാണ്. നമ്മുടെ എക്സാംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെയുള്ള നല്ല നല്ല കോണ്ടന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആർട്ടിക്കിൾ 370
റദ്ദ് ചെയ്തത്, ഒഴിവാക്കിയത് ശരിവെച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി വിധി കൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 2023 ഡിസംബർ 11 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചായിരുന്നു ഈ ഒരു വിധി മുന്നോട്ട് കൊണ്ടുവന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ഹെഡ് ആരായിരുന്നു? DY ചന്ദ്രചൂഡ്. കേട്ടോ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എല്ലാവരും പറയേണ്ടത് DY ചന്ദ്രചൂഡ്. ആർട്ടിക്കിൾ 370 മാത്രമല്ല അന്ന് റദ്ദ് ചെയ്തിരുന്നത്, കൂടാതെ ആർട്ടിക്കിൾ 35A ഈ ഒരു ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ നിവാസികൾക്ക്, സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക അവകാശം അല്ലെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ്, ആ സംസ്ഥാനത്തിന്റെ സിറ്റിസൺഷിപ്പ് നൽകുന്ന ആർട്ടിക്കിൾ കൂടിയായിരുന്നു 35A. സോ അവിടെ 2 ആർട്ടിക്കിൾസ് ആണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 370 കൂടാതെ 35A. 370 35A. സോ അങ്ങനെ ഈ ഒരു പ്രത്യേക അധികാരം സസ്പെൻഡ് ചെയ്തത് ശരിയാണെന്ന് സുപ്രീം കോടതി വിധി കൽപ്പിച്ചത് 2023 ഡിസംബർ 11 സോ ഇവിടെ ഈ ഒരു വിഭജന ബില്ലുമായി ബന്ധപ്പെട്ട ചില കോണ്ടന്റുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് ഞാനൊരു ചോദ്യമാണ്. ഒരു ചോദ്യം നിങ്ങളോട് തരാണ്. ചോദ്യം ഇങ്ങനെയാണ്: നിലവിലെ കർണാടകയുടെ മുഖ്യമന്ത്രി, ആൻസർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. നിലവിലെ കർണാടകയുടെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സിദ്ധരാമയ്യ. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ഇടക്കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഇലക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ നിയമസഭാ ഇലക്ഷനിലൂടെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പുതിയ CM മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിമാരെ കുറിച്ച് അല്ലെങ്കിൽ ആ പേരുകൾ നമ്മുടെ PSCയിൽ ചോദിക്കും. സോ അടുത്തിടെയാണ് കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ കർണാടകയുടെ മുഖ്യമന്ത്രി ആയത് സിദ്ധരാമയ്യ. മറ്റ് 6 സംസ്ഥാനങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. പുതിയ CMകളാണ്. ഇവിടെ നോക്കിയാൽ മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ലാൽഡു ഹോമ. കേട്ടോ, ലാൽഡു ഹോമയാണ് മിസോറാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി. എങ്കിൽ മധ്യപ്രദേശിന്റെ ആ ഒരു പുതിയ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ മോഹൻ യാദവ് 2023 ഡിസംബറിലാണ് മോഹൻ യാദവിനെ അവിടെ തെരഞ്ഞെടുപ്പിലൂടെ മധ്യപ്രദേശിന്റെ നമ്മുടെ CM ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തതായി രാജസ്ഥാനാണ്. കേട്ടോ, രാജസ്ഥാന്റെ പുതിയ CM ആരെന്ന് ചോദിച്ചാൽ ഭജൻ ലാൽ ശർമ്മ. പേര് മറക്കരുത് കേട്ടോ, ഭജൻ ലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ പുതിയ CM. എങ്കിൽ ഛത്തീസ്ഗഡിന്റെ നിലവിലെ പുതിയ CM ആരെന്ന് ചോദിച്ചാൽ വിഷ്ണു ദേവ് സായി. അടുത്തതായി തെലങ്കാനയുടെ പുതിയ CM ആരെന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡി. കൂടാതെ കർണാടകയുടെ CM ആണെങ്കിൽ സിദ്ധരാമയ്യ. ഒന്നുകൂടെ പറയാം, എല്ലാവരും കൂടെ എൻ്റെ കൂടെ പറഞ്ഞ് പഠിച്ചങ്ങ് പോകാം കേട്ടോ. എക്സാമിന് വേണ്ടി ഇനി ഒരു സമയം നിങ്ങൾ കളയരുത്, കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. മിസോറാമിന്റെ നിലവിലെ CM ആവുമ്പോൾ ലാൽഡു ഹോമ, മധ്യപ്രദേശിന്റെ പുതിയ CM മോഹൻ യാദവ്, രാജസ്ഥാൻ ആവുമ്പോൾ ഭജൻ ലാൽ ശർമ്മ, ഛത്തീസ്ഗഡ് ആവുമ്പോൾ വിഷ്ണു ദേവ് സായി, തെലങ്കാന രേവന്ത് റെഡ്ഡി, കർണാടക സിദ്ധരാമയ്യ. സെറ്റല്ലേടാ? സോ മറന്നുപോയത് ഇത്രയും 6 CMന്റെയും പേര് ചോദിക്കും, PSC ചോദിക്കും കേട്ടോ. ഇവിടെ നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട കോണ്ടന്റുകൾ തന്നെയാണ്. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു ചോദ്യത്തിലൂടെ അടക്കാം. ചോദ്യം എങ്ങനെയാണ്: ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? സോ ഇതിന്റെ ആൻസർ കോഴിക്കോട് എന്നായിരുന്നു. കോഴിക്കോട്. ഇവിടെ നോക്കിയ മക്കളെ, ഈ ഒരു നിയമം ദേശീയ ജലപാത നിയമം 2016 പ്രകാരം 2016 ഒരു നിയമമാണ്. സോ ഇതൊരു ഗതാഗത മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. പക്ഷേ നിയമം 2016 വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നിയമത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്ന് ചർച്ച ചെയ്തു. ഇവിടെ നോക്കിക്കേ, ദ നാഷണൽ വാട്ടർവേ ആക്ട് 2016. ഈ ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച 2015 കേട്ടോ. നാഷണൽ വാട്ടർവേ ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച 2015. ഈ ഒരു ബില്ലിന് നമ്മുടെ പ്രസിഡന്റിന്റെ അസന്റ്, അദ്ദേഹത്തിന്റെ അനുമതി ലഭിച്ചത് 2016 മാർച്ച് 25. 2016 മാർച്ച് 25 പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചു. കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വന്നതാണെങ്കിൽ ഈ ബില്ല് നിയമമായിട്ട് നിലവിൽ വന്നതാണെങ്കിൽ 2016 ഏപ്രിൽ 12. സോ 2 ഡേറ്റുകൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 25 രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ്, ഏപ്രിൽ 12. സോ ഈ ഒരു ആക്ടിലൂടെ, ദ നാഷണൽ വാട്ടർവേ ആക്ടിലൂടെ നിലവിൽ ഇന്ത്യയിൽ ആകെ എത്ര വാട്ടർവേസുകളുണ്ട്?
111 വാട്ടർ വേസ് ആണ് കറന്റ്ലി ഇപ്പോൾ നിലവിൽ എത്ര വാട്ടർ വേസ് ഉണ്ട്, ജലപാതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 111. കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. 111 വാട്ടർ വേസ് ആണ് ഇന്ത്യയിൽ ആകെ മൊത്തം ഉള്ളത്. സോ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിയേണ്ട കണ്ടന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു ഗതാഗത മേഖലയിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ, 2-3 മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോകും. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് നമുക്കറിയാം, PSC സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖലയാണ്. 2015 ശേഷം ഇങ്ങനെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അദാനി ഗ്രൂപ്പാണ്. അദാനി പോർട്ട് അല്ലെ, അദാനി പോർട്ടാണ്, അദാനി ഗ്രൂപ്പാണ് ഇതിന്റെ നിർമ്മാണം, കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ഈ ഒരു തറക്കൽ നടന്നിരിക്കുന്നത് 5 ഡിസംബർ 2015 ഡിസംബർ മാസം 5-നാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ നടന്നത്. കൂടാതെ ഈ ഒരു ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ നിലവിലെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രീകുമാർ കെ നായർ. ഒന്ന് പറയാൻ ശ്രമിച്ചു, ശ്രീകുമാർ കെ നായർ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ നിലവിലെ CEO ആണ്. എങ്കിൽ ഈ ഒരു പോർട്ടിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ MD ആരെന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ IAS. ഈ ഒരു പോർട്ടിൽ അടുപ്പിച്ച ആദ്യത്തെ ചരക്ക് കപ്പൽ, അറൈവ് ചെയ്ത ആദ്യ ചരക്ക് കപ്പൽ ഏതെന്ന് ഷെൻഹുവ 15, ചൈനയിൽ നിന്ന് എത്തിയ ഒരു ചരക്ക് കപ്പലാണ് ഈ ഒരു ഷെൻഹുവ 15 എന്ന് പറയുന്നത്. സെറ്റല്ലേടാ. സോ ഈ പറഞ്ഞ കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 കണ്ടന്റുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ഒരു പോർട്ടിന്റെ നിലവിലെ CEO ശ്രീകുമാർ കെ നായർ, മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. കൂടാതെ ഈ ഒരു പോർട്ടിൽ അടുപ്പിച്ച അല്ലെങ്കിൽ അറൈവ് ചെയ്ത ആദ്യത്തെ കാർഗോ ഷിപ്പാണെങ്കിൽ ഷെൻഹുവ 15 ആണ്, ചൈനയിൽ നിന്നെത്തിയ ഒരു കപ്പലായിരുന്നു. സെറ്റല്ലേടാ. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു കോണ്ടന്റിലോട്ട് പോവാം. വീണ്ടും ഗതാഗതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യക്ക് വളരെയധികം നേട്ടം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കരുതാം ഈ ഒരു പോയിന്റ്. ചോദ്യം ഞാൻ പറയാം. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഇത് വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ. കേട്ടോ, അപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അടുത്തിടെയാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചത്. മുന്നേ ചൈനയായിരുന്നു. ചൈനയെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ 2ാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നത്. ഇന്ത്യ 2ാം സ്ഥാനത്ത്. എങ്കിൽ ഈ ഒരു 1ാം സ്ഥാനത്ത് റോഡ് ശൃംഖലയിൽ ഒന്നാമത് നിൽക്കുന്നത് അമേരിക്കയാണ്. കേട്ടോ, ഒന്നാമത് നിൽക്കുന്നത് അമേരിക്ക, 2ാമതായിട്ട് ഇന്ത്യയാണ്. ഇന്ത്യയുടെ നിലവിൽ റോഡ് ശൃംഖല നോക്കുകയാണെങ്കിൽ 67 ലക്ഷം കിലോമീറ്റർ ഉണ്ട്. കേട്ടോ, 67 ലക്ഷം കിലോമീറ്റർ. സോ കറണ്ട് അഫേഴ്സിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട ഒരു ഗതാഗത മേഖലയിൽ നിന്ന്, ട്രാൻസ്പോർട്ട് എന്ന ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞിട്ടില്ല, മറ്റൊരു ചോദ്യം കൂടിയാണ്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേയുടെ പേരെന്ത്? ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേയുടെ പേര് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ്. ദ്വാരക എക്സ്പ്രസ് വേ. ഇത് കണക്ട് ചെയ്യുന്നത് ഡൽഹിയിലെ ദ്വാരകയും കൂടാതെ ഗുരുഗ്രാമിലെ കേൽക്കി ധൗല ടോൾ പ്ലാസ. ഡൽഹിയിലെ ദ്വാരകയും കൂടാതെ ഗുരുഗ്രാമിലെ കേൽക്കി ധൗല ടോൾ പ്ലാസ. ഈ 2 സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഈ ദ്വാരക എക്സ്പ്രസ് വേക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പേര് കൂടിയുണ്ട്, നോർത്തേൺ പെരിഫറൽ റോഡ്. ഒരുപക്ഷെ ദ്വാരക എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ഈ ഒരു നോർത്തേൺ പെരിഫറൽ റോഡ് എങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്? ഓക്കെ അല്ലേ? സോ ഇവിടെ ഒരു ചോദ്യം കൂടി നമുക്ക് പഠിക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവശേവ അടൽ സേതു ബ്രിഡ്ജ്. അല്ലെ, ഇത് ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവശേവ അടൽ സേതു ബ്രിഡ്ജ്. ഈ ഒരു പ്രോജക്റ്റിന് നൽകിയ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. ഇത് കണക്ട് ചെയ്ത് മുംബൈയും നവി മുംബൈയാണ്. കേട്ടോ, മുംബൈയും നവി മുംബൈയും കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്, അല്ലെങ്കിൽ ഒരു
ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ്, റോഡെന്ന് പറയാൻ പറ്റില്ല, കടൽപ്പാലം ഏതെന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവശേവ അടൽ സേതു ബ്രിഡ്ജ്. സെറ്റല്ലേടാ? ശരിയെങ്കിൽ നമ്മുടെ ഈ ഒരു ഗതാഗത മേഖലയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ചോദ്യത്തിലൂടെ പോകാം. ഇവിടെ നോക്കിയ ചോദ്യം ഇതാണ്. കഴിഞ്ഞ ഫേസ് 1 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. 2024 പുതുവത്സര ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും സംഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഇവിടെ ആൻസർ ജപ്പാൻ എന്നായിരുന്നു. ചോദ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പുതുവർഷ ദിനത്തിൽ ആ ഒരു പുതുവത്സരത്തിൽ വന്ന ഒരു ഭൂകമ്പം, അതുകൊണ്ടാണ് ഇതൊരു PSCയുടെ ചോദ്യമായിട്ട് വന്നത്. പുതുവത്സരവുമായി ബന്ധപ്പെട്ട് 2 കോണ്ടന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ത്യക്ക് പറയാൻ കഴിയുന്ന ഒരു കോണ്ടന്റാണ് എക്സ്പോസാറ്റ് ഇന്ത്യ വിക്ഷേപിക്കുന്നത് പുതുവത്സരത്തിലാണ്. ഏത് വാഹനം ഉപയോഗിച്ചാൽ ഇന്ത്യ ആ ഒരു എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്? PSLV C-58. കൂടാതെ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ, ആ ഒരു ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് വിജയകരമാകാൻ കാരണമായ ആ ഒരു വാഹനവും PSLV C-58 ആയിരുന്നു. സോ 2 കോണ്ടന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ പുതുവത്സരം ജനിച്ച ആദ്യത്തെ രാജ്യം ഏതായിരുന്നു? കിരിബാത്തി. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ഒരു രാജ്യമാണ് കിരിബാത്തി എന്ന് പറയുന്നത്. അപ്പോൾ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന 2 കോണ്ടന്റുകൾ എക്സ്ട്രാ നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കിക്കേ, ഇതൊരു ഡിസാസ്റ്റർ അല്ലേ? ഈ ഒരു സുനാമി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭൂകമ്പം എന്നൊക്കെ പറയുന്നത് ഡിസാസ്റ്ററാണ്. ഡിസാസ്റ്റേഴ്സിൽ നിന്ന് PSC സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ചുഴലിക്കാറ്റ്, അല്ലെ? ചുഴലിക്കാറ്റുകൾ. ആ ചുഴലിക്കാറ്റുകളിൽ നിന്ന് PSC ചോദിച്ചൊരു ചുഴലിക്കാറ്റിന്റെ പേരെന്ത്, അതെവിടെ രൂപം കൊണ്ടു, രൂപം കൊണ്ടു, ആ പേര് നൽകിയ രാജ്യം ഏത്? ഇങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. ഈ 4 രീതിയിലുള്ള ചോദ്യങ്ങളാണ് PSC ഓൾറെഡി ഈ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ 2024, 2023, 2022 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചുഴലിക്കാറ്റുകൾ കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് പോകും. അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നോക്കുക. ആദ്യം ഒരു ചോദ്യം തരാം. ആ ഒരു കണ്ടന്റ് ഞാൻ തരുന്നതിന് മുമ്പേ ആ ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തരാം. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് ഇതിന്റെ ആൻസർ കൊടുക്കണം. എല്ലാവരും കേട്ടോ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികളും കൊടുക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിങ്ചൗ ചുഴലിക്കാറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മിങ്ചൗ എന്ന പേര് നിർദ്ദേശിച്ച മ്യാൻമർ. എങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ശരിയായ പ്രസ്താവന ഒന്ന് കണ്ടെത്തണം. ഇവിടെ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ റൈറ്റ് ആണ് കേട്ടോ. 2023 നവംബറിലാണ് ബംഗാൾ ഉൾക്കടലാണ് ഈ ഒരു ചുഴലിക്കാറ്റ്, മിങ്ചൗ ചുഴലിക്കാറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ മിങ്ചൗ എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്ന രാജ്യവും മ്യാൻമറാണ്. സോ ഇവിടെ നമുക്ക് 2ഉം ശരി എന്ന സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. സോ ചോദ്യം കഴിഞ്ഞു. അപ്പോൾ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ചില കോണ്ടന്റുകൾ കൂടി നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, ചുഴലിക്കാറ്റ്. അതിൽ ആദ്യം മിങ്ചൗ തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. സോ അതിനെ ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്തൊരു ചുഴലിക്കാറ്റിലൂടെ കിടക്കുകയാണ്. മിഥിലി അല്ലെങ്കിൽ മിഥിലി ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ ഫോം ചെയ്ത 2023 നവംബർ. മക്കളെ, ഇച്ചിരി പാടുള്ളൊരു മേഖലയാണ്. കൂടെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു പക്ഷേ നമ്മുടെ എക്സാമിനോ അടുത്തൊരു ഫേസിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബോണസ് തന്നെയായിരിക്കും. കാരണം നമ്മളിതിപ്പോൾ പഠിക്കുകയാണല്ലേ. സോ കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. മിഥിലി അല്ലെങ്കിൽ മിഥിലി എന്ന ചുഴലിക്കാറ്റ് 2023 നവംബറിലാണ് രൂപം കൊണ്ടത്. എവിടെയാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടൽ. മിഥിലി അല്ലെങ്കിൽ മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമാണെങ്കിൽ മാലിദ്വീപ്. പഠിക്കാൻ എളുപ്പമുണ്ട്. മിഥിലി M, മാലിദ്വീപും M ആണ്. അതുപോലെ മിങ്ചോ M ആണ്, മ്യാൻമർ M ആണ്. സോ അത്യാവശ്യം ഈ ഒരു M ആണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. ഓപ്ഷനിലൂടെ എങ്കിലും നമുക്കൊരു പക്ഷേ എലിമിനേറ്റ് ചെയ്ത ആൻസറിലോട്ട് എത്താൻ കഴിയുന്നതാണ്. സോ അങ്ങനെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ചുഴലിക്കാറ്റാണ് ഹമൂൺ ചുഴലിക്കാറ്റ് ഫോം ചെയ്തത് 2023 ഒക്ടോബറിലാണ്. 2023 ഒക്ടോബർ. ബംഗാൾ ഉൾക്കടലാണ് ഉടലെടുത്തിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ. ഹമൂൺ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമാണെങ്കിൽ ഇറാൻ കേട്ടോ. ആ ഒരു വേർഡിന്റെ മാക്സ് ഫിസിംഗ് പോലെ ഒന്ന് പഠിക്കുക. ഹമൂൺ ഇറാൻ. ഒന്നുകൂടെ പറയാം. മിഥിലി ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ 2023 നവംബറിൽ. ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയ രാജ്യം ഇറാൻ. മിഥിലിക്ക് പേര് നൽകിയിരിക്കുന്ന മാലിദ്വീപ്. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സ്ലൈഡിലെ ഈ 2 കണ്ടന്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പഠിക്കാനുണ്ട്. തേജ് ചുഴലിക്കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ തേജ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരു ഹിന്ദി വേർഡാണല്ലോ. അതുകൊണ്ട് നമുക്കിത് പഠിക്കാൻ എളുപ്പമുണ്ട്. തേജ് ചുഴലിക്കാറ്റ് ഫോം ചെയ്തിരിക്കുന്ന 2023 ഒക്ടോബറിലാണ്. അറബിക്കടലിലാണ് ഇത് ഉടലെടുത്തത്. തേജ് ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ ഉടലെടുത്തിരിക്കുന്നത് അറബിക്കടലിൽ കേട്ടോ, അറേബ്യൻ സീയിൽ. തേജ് എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമാണെങ്കിൽ ഇന്ത്യ.
സോ ഇത് നിങ്ങൾ വിട്ടുകളയരുത്, ഇതിൽ നിന്ന് ഒരു ചോദ്യം വരാം. അടുത്തതായിട്ട് ബിബാർ ജോയി അല്ലെങ്കിൽ ബിബർ ജോയ് എന്നോ ബിബർ ജോയ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ബിബാർ ജോയ് ചുഴലിക്കാറ്റ് 2023 ജൂണിലാണ് അറബിക്കടലിൽ. കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അറബിക്കടലിൽ ഫോം ചെയ്യുന്ന ചുഴലിക്കാറ്റുകൾ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് ചുഴലിക്കാറ്റുകളൊന്നും അറബിക്കടലിൽ ഫോം ചെയ്യുന്നത് വളരെ വിരളമായിട്ടാണ് ഈ ഒരു അറബിക്കടലിലെ ചുഴലിക്കാറ്റുകൾ നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ ഈ ഒരു ചുഴലിക്കാറ്റുകൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ ഫോം ചെയ്യുന്നതാണ്. ഇവിടെ അറേബ്യൻ ഉൾക്കടലിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റാണ് തേജ്. മറ്റൊന്നാണ് ബിബാർ ജോയ് കേട്ടോ, ബിബാർ ജോയ് ഫോം ചെയ്തിരിക്കുന്ന 2023 ജൂൺ. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. അടുത്തതായിട്ട് സിത്രാങ് ആണ് കേട്ടോ, സിത്രാങ് ചുഴലിക്കാറ്റ് കേട്ടോ. 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ ഉടലെടുത്തു. സിത്രാങ് ചുഴലിക്കാറ്റ് 2022 ഒക്ടോബറിൽ ബംഗാളിൽ ഉടലെടുത്തു. ഈ സിത്രാങ് എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം തായ്ലാൻഡ്. അടുത്തതായിട്ട് മാൻഡോസ് ചുഴലിക്കാറ്റ് 2022 ഡിസംബർ ബംഗാൾ ഉൾക്കടലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പേര് നൽകിയതാണെങ്കിൽ UAE. മാൻഡോസ് ഉടലെടുത്തത് ബംഗാൾ ഉൾക്കടൽ, ഫോം ചെയ്തിരിക്കുന്നത് 2022 ഡിസംബർ. അസാനി ചുഴലിക്കാറ്റ് 2022 മെയിൽ ബംഗാൾ ഉൾക്കടൽ. അസാനി എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്ന രാജ്യം ശ്രീലങ്ക. മാൻഡോസ് 2 തവണ വന്നിട്ടുണ്ടല്ലോ, സോ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. എല്ലാവരും ഒന്ന് കൂടെ എൻ്റെ കൂടെ ക്വിക്കായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുക. മിങ്ചൗ ചുഴലിക്കാറ്റാണെങ്കിൽ 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ, പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് മ്യാൻമറാണ്. മിഥിലി ചുഴലിക്കാറ്റ് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലാണ്, പേര് നിർദ്ദേശിക്കുന്ന മാലിദ്വീപാണ്. ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലാണ്, പേര് നിർദ്ദേശിച്ചിരിക്കുന്ന രാജ്യം ഇറാനാണ്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് തേജ് ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ അറേബ്യൻ സീയിലാണ് ഉടലെടുത്തത്, കൂടാതെ പേര് നൽകിയിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ബിബാർ ജോയ് ചുഴലിക്കാറ്റ് 2023 ജൂണിലാണ് അറേബ്യൻ സീയിലാണ് ഉടലെടുത്തിരിക്കുന്നത്, പേര് നൽകിയിരിക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. സിത്രാങ് ചുഴലിക്കാറ്റ് 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ, പേര് നൽകിയ രാജ്യം തായ്ലാൻഡ്. കൂടാതെ മാൻഡോസ് ചുഴലിക്കാറ്റ് 2022 ഡിസംബർ ബംഗാൾ ഉൾക്കടലിൽ ഉടലെടുത്തു, കൂടാതെ പേര് നൽകിയത് UAE. അസാനി ചുഴലിക്കാറ്റ് 2022 മെയിൽ ബംഗാൾ ഉൾക്കടലിൽ, പേര് നൽകിയത് ശ്രീലങ്ക. സെറ്റാണല്ലോ അവിടെ മക്കളെ. സോ അത്യാവശ്യം നമ്മളൊരു 3 3 6 6 2 8 ചുഴലിക്കാറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം വരികയാണെങ്കിൽ മക്കളെ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തതായ മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. ഇവിടെ നോക്കിയ 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? വിംബിൾഡണിൽ. അപ്പോൾ ഗ്രാൻഡ് സ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഫേസിൽ ചോദിച്ചു. സെക്കൻഡ് ഫേസിൽ മറ്റ് ഗ്രാൻഡ് സ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലേ. സോ ആ ഗ്രാൻഡ് സ്ലാമുകൾ 4 ഗ്രാൻഡ് സ്ലാമും നമുക്കൊന്ന് പഠിക്കാം. 4 ഗ്രാൻഡ് സ്ലാം ഇവിടെ നോക്കി. 2023 വിംബിൾഡണിൽ വിജയം നേടിയ കാർലോസ് അൽക്കാരസ്. സ്പെയിൻ്റെ താരമാണ് കാർലോസ് അൽക്കാരസ്. സോ അദ്ദേഹം നൊവോക് ജോക്കോവിച്ച്, സെർബിയയുടെ താരമായ നൊവോക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2023 വിംബിൾട്ടൺ സിംഗിൾസ് മെൻസ് കിരീടം സ്വന്തമാക്കിയത്. സോ അത് ഓൾറെഡി ചോദിച്ചു. അടുത്തൊരു വിംബിൾട്ടൺ വിമൻസിൽ വനിതകളുടെ ഈ ഒരു സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന 2023 കിരീടം നേടിയിരിക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്ലെയറായ മാർക്കറ്റ വോൺട്രോസോവ കേട്ടോ. വിംബിൾട്ടൺ മാർക്കറ്റ വോൺട്രോസോവ ടുണീഷ്യക്കാരിയായ ഓൺസ് ജാബയൂറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഓൺസ് ജാബയൂറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വോൺട്രോസോവ കിരീടം നേടിയത്. വിംബിൾട്ടനുമായി ബന്ധപ്പെട്ട 2023 വിംബിൾട്ടൺ ഒന്നും കൂടെ പറയാം. വിംബിൾട്ടണിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ കാർലോസ് അൽക്കാരസ് സ്പെയിനാണ്. 2023 വിംബിൾട്ടൺ വിമൻസ് കിരീടത്തിൽ മെൻസ് കിരീടം നേടിയ മാർക്കറ്റ വോൺട്രോസോവ ചെക്ക് റിപ്പബ്ലിക്. സോ അടുത്തതായിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ പരിശോധിക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ അടുത്തിടെ നടന്നു, 2024 നടന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CAയിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിംബിൾട്ടൺ അല്ല, ഒരു ഗ്രാൻഡ് സ്ലാം ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. 2024 നടന്നിട്ടുണ്ട്. സോ മെൻസ് സിംഗിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കരസ്ഥമായിരിക്കുന്ന യാനിക് സിന്നർ, ഇറ്റലിയുടെ താരമാണ് യാനിക് സിന്നർ. അദ്ദേഹം ഡാനിൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യാനിക് സിന്നർ, ഇറ്റാലിയൻ പ്ലെയറായ യാനിക് സിന്നർ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ആ ഒരു ടൈറ്റിൽ കരസ്ഥമാക്കിയത്.
അടുത്തതായി വിമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ സിംഗിൾസിൽ കിരീടം നേടിയ അരിയാന സെബലങ്ക, ബെലാറസിന്റെ താരമാണ് അരിയാന സെബലങ്ക. ഇവിടെ ഫൈനലിൽ ചൈനീസ് താരമായ കിൻ വെൻ ഷെങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അരിയാന സെബലങ്ക കിരീടം നേടിയത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും കഴിഞ്ഞു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസിലാണെങ്കിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഇറ്റലി. കൂടാതെ വനിതകളുടെ ഈ ഒരു സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന അരിയാന സെബലങ്ക ബെലാറസ്. ഓൾറെഡി നമ്മൾ ഏതൊക്കെ പഠിച്ചടാ? വിംബിൾട്ടൺ പഠിച്ചു. ഇപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് ആണ്. എല്ലാത്തിൻ്റെയും ഡബിൾസ് നമ്മൾ പഠിക്കുന്നത് ഗ്രാൻഡ് സ്ലാമിൻ്റെ 4 ഗ്രാൻഡ് സ്ലാമിൻ്റെ ഡബിൾസ് പറയുന്നത്. ഇവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസ് മാത്രം ഒന്ന് ചർച്ച ചെയ്യാം. കാരണം അവിടെ ഒരു ഇന്ത്യക്കാരനാണ്, അവിടെ ഒരു കിരീടം, ഒരു വ്യക്തി ഇന്ത്യക്കാരനാണ്. സോ ഒരു 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസിൽ കിരീടം നേടിയ രോഹൻ ബൊപ്പണ്ണെ, മാത്യു എബിഡൻ, ഈ സഖ്യമാണ് കിരീടം നേടിയിരിക്കുന്നത്. രോഹൻ ബൊപ്പണ്ണയും കൂടാതെ മാത്യു എബിഡൻ സഖ്യമാണ് ഈ ഒരു ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം ആരെന്ന് വെച്ചാൽ രോഹൻ ബൊപ്പണ്ണ. 43-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന ഒരു ഖ്യാതി സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയൻ ഓപ്പണും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രഞ്ച് ഓപ്പൺ ആണ് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ 2023 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന നൊവോക് ദോക്കോവിച്ച് സെർബിയ. അദ്ദേഹം നോർവേയുടെ താരമായ കാസ്പർ റൂഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം നേടിയത്. നൊവോക് ദോക്കോവിച്ച് കാസ്പർ റൂഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2023 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. വിമൻസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ 2023 കിരീടം നേടിയിരിക്കുന്ന ഇഗ സ്വിയാറ്റെക് അല്ലെങ്കിൽ സ്വീറ്റെക്, പോളണ്ടിന്റെ താരമാണ് ഇഗ സ്വിയാറ്റെക്. ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമായ കരോലിൻ മുച്ചോവയക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം നേടിയത്. സോ ഫ്രഞ്ച് ഓപ്പൺ നമുക്കൊന്നുകൂടെ പറയാം. ഫ്രഞ്ച് ഓപ്പൺ 2023 സിംഗിൾസിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന നൊവോക് ജോക്കോവിച്ച് സെർബിയാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന ഇഗ സ്വിയാറ്റെക് പോളണ്ടാണ്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഗ്രാൻഡ് സ്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഗ്രാൻഡ് സ്ലാമിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ മക്കളെ, ചോദ്യം ഇതാണ്. 2023 US ഓപ്പൺ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് നൊവോക് ജോക്കോവിച്ച് സെർബിയ. 2023 US ഓപ്പൺ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയിരിക്കുന്ന നൊവോക് ജോക്കോവിച്ച് സെർബിയ. അദ്ദേഹം റഷ്യയുടെ താരമായ ഡാനിൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നൊവോക് ജോക്കോവിച്ച് 2023 US ഓപ്പൺ മെൻസ് സിംഗിൾസിൽ കിരീടം നേടിയത്. ഇനി വിമൻസിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ US ഓപ്പൺ വിമൻസ് സിംഗിൾസിൽ കിരീടം നേടിയ കോക്കോ ഗൗഫ് USA താരമാണ് കേട്ടോ. അമേരിക്കയുടെ താരമായ കോക്കോ ഗൗഫാണ് കിരീടം നേടിയത്. റണ്ണർ അപ്പ് അരിയാന സെബലങ്ക. ഇവിടെ ഓൾറെഡി നമ്മൾ അരിയാന സെബലങ്ക പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലെ, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ സ്വന്തമാക്കിയിരിക്കുന്നത് അരിയാന സെബലങ്ക തന്നെയാണ്. ഇതാ ഇവിടെ ഈ ഒരു 2023 US ഓപ്പൺ വിമൻ സിംഗിൾസിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത്. വിമൻ സിംഗിൾസ് US-ൽ കിരീടം നേടിയിരിക്കുന്ന കോക്കോ ഗൗഫ് USA. സെറ്റല്ലേ? സോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലേ. സോ നല്ലപോലെ ഒന്ന് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എക്സാമിന് തലേ ദിവസം നല്ലപോലെ റിവിഷൻ ചെയ്താൽ മാത്രമേ ഗ്രാൻഡ് സ്ലാം ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു നൊവോക് ജോക്കോവിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേരേതാവും, നമ്മുടെ കാർലോസ് അൽക്കാരസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേരുകളെല്ലാം, ഡാനിൽ മെദ്വദേവും, ഇങ്ങനെയുള്ള പേരുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ അടുത്തതായിട്ട് മറ്റൊരു ചോദ്യം, നമ്മുടെ ഫേസ് 1 മറ്റൊരു ചോദ്യമായിരുന്നു 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഇവിടെ ആൻസർ ലയണൽ സ്കലോനി. മക്കളെ, ഫസ്റ്റ് ഫേസിന്റെ അനാലിസിസ് വീഡിയോയിൽ നമ്മുടെ അർച്ചന മിസ് ഈ ഒരു ഫിഫ ലോകകപ്പിലെ എല്ലാ കണ്ടന്റുകളും, അത്യാവശ്യം നല്ല ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റുകളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ഡബിൾ എൻട്രി പോലെ കണ്ടന്റുകൾ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. മറിച്ച് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബാലന്തിയൂർ പുരസ്കാരമാണ്. ബാലന്തിയൂർ പുരസ്കാരം PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണല്ലേ, നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ 2023 നൽകിയിരിക്കുന്നത് 67ാമത് ബാലന്തിയൂർ പുരസ്കാരമാണ്. 67ാമത് ബാലന്തിയൂർ പുരസ്കാരമാണ് 2023 നൽകിയത്. ഇത് ലഭിച്ചിരിക്കുന്നത് മെസ്സിക്കായിരുന്നു. അദ്ദേഹം ടോട്ടൽ ആകെ 8 തവണ ബാലന്തിയൂർ പുരസ്കാരം നേടിയിട്ടുണ്ട് കേട്ടോ. ആകെ 8 തവണ ബാലന്തിയൂർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന് ആദ്യമായിട്ട് ബാലന്തിയർ പുരസ്കാരം കിട്ടിയത് 2009 കേട്ടോ, 2009. ഏറ്റവും ഒടുവിൽ ലഭിച്ച 2023 കേട്ടോ. ആകെ 8 തവണ അദ്ദേഹത്തിന് ബാലന്തിയർ പുരസ്കാരം ലഭിച്ചു. എങ്കിൽ മേജർ ലീഗ് സോക്കർ ക്ലബ്ബ് ഇന്റർ മയാമിയുടെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ മെസ്സി. ഇന്റർ മയാമി അല്ലെ, അപ്പോൾ USA ഒരു മേജർ സോക്കർ ക്ലബ്ബാണ് ഈ ഒരു ഇന്റർ മയാമി എന്ന് പറയുന്നത്. ഇന്റർ മയാമിയാണ് ഇപ്പോൾ നിലവിൽ മെസ്സിയെ സ്വന്തമാക്കിയത്. കൂടാതെ ക്യാപ്റ്റനാണ് അദ്ദേഹം. ബാലന്തിയോർ പുരസ്കാരം നേടിയ ഏക അർജന്റീന താരമാരെന്ന് മെസ്സി. അദ്ദേഹത്തിന്റെ ഈ ഒരു അന്താരാഷ്ട്ര ടീം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അർജന്റീനയാണ് അല്ലെ. അർജന്റീന ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ വിജയിച്ചതും അർജന്റീനയാണ് അല്ലെ. അർജന്റീന 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ആർക്ക് നേടി അല്ലെങ്കിൽ ആർക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ മെസ്സിയാണ്. മെസ്സി 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് മെസ്സി. അടുത്തതായ മറ്റൊരു ചോദ്യം, ഈ ഒരു ബാലന്തിയർ പുരസ്കാരം ഒന്നാമതായിട്ട് കരസ്ഥമാക്കിയിരിക്കുന്നത് മെസ്സിയാണ്. രണ്ടാം സ്ഥാനമായിട്ട് കരസ്ഥമാക്കിയ എർലിംഗ് ഹാലൻഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയറാണ് എർലിംഗ് ഹാലൻഡ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കിലിയൻ എംബാംബെ, PSG പ്ലെയറാണ്. അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അടുത്തിടെ ചർച്ചകൾ നടക്കുകയാണ്. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇതൊന്ന് പഠിക്കണം, കാരണം അദ്ദേഹം പുതിയൊരു ക്ലബിലോട്ട് പോകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ മൂന്നാം സ്ഥാനം കിലിയൻ എംബാംബെ. അടുത്ത വനിതാ ഫുട്ബോളർക്കുള്ള ബാലന്തിയോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഐദാന ബോൺമതി, സ്പെയിൻ്റെ പ്ലെയറാണ് ഐദാന ബോൺമതി. എങ്കിൽ പുരുഷ ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി കേട്ടോ. ബാലന്തിയോർ പുരസ്കാരത്തിൽ ഈ ഒരു പുരുഷ ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച വനിതാ ക്ലബ് ഏതെന്ന് വെച്ചാൽ ബാഴ്സലോണയാണ്, ബാഴ്സലോണ. ഒരു ചോദ്യം കൂടെ നോക്കാം. മികച്ച ഗോൾ കീപ്പറിന് വേണ്ടിയുള്ള യാഷിൻ പുരസ്കാരം, മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന യാഷിൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എമിലിയാനോ മാർട്ടിനെസ്. നമുക്കറിയാം ഫിഫയുടെ 2022 ആ ഒരു ഗോൾഡൻ ഗ്ലൗ കിട്ടിയിരിക്കുന്നത് എമിലിയാനോ മാർട്ടിനെസിനായിരുന്നു. സോ ഞാൻ ഒന്നും കൂടെ പറയണം, നമ്മുടെ അർച്ചന മിസ്സിൻ്റെ ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിവിഷൻസ് എല്ലാം കിട്ടുന്നതാണ്. സോ അടുത്തതായി മറ്റൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് അല്ലെങ്കിൽ L1 എന്ന പോയിന്റ് ഭൂമിയിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്കളെ ഇതിൻ്റെ ആൻസർ, ഇത് കഴിഞ്ഞ ഫേസ് 1 ഒരു ചോദ്യമായിരുന്നല്ലേ. സോ ഇതിൻ്റെ ആൻസർ ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെ. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾക്കറിയാം ഇതങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആദിത്യ L1 എന്ന പോയിന്റ് ഉള്ളത്. ആ പോയിന്റിലാണ് നമ്മുടെ ഈ ഒരു ആദിത്യ L1 നമ്മൾ എത്തിക്കുന്നത്. അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള ഹലോ ഭ്രമണപഥത്തിലെ ഒരു പോയിന്റാണ് L1 എന്ന പോയിന്റ്. ഹലോ ഭ്രമണപഥം അതൊന്ന് ഓർക്കണം കേട്ടോ. കറണ്ട് അഫയേഴ്സിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഹലോ ഭ്രമണപഥത്തിൽ ആദിത്യ L1 എത്തിച്ചേർന്നത് ജനുവരി 6 2024 കേട്ടോ. ജനുവരി 6 2024 ഹലോ ഭ്രമണപഥത്തിൽ നമ്മുടെ ആദിത്യ L1 എത്തിയത്. ആ L1 എന്ന പോയിന്റ് ഹലോ ഭ്രമണപഥത്തിനുള്ളിലാണ് കേട്ടോ. സോ ഈ ഒരു L1 എന്ന പോയിന്റ് ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ ഒരു ആദിത്യ L1 ബന്ധപ്പെട്ട കുറച്ച് കണ്ടന്റുകൾ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, ആദിത്യ L1 ഇത് ലോഞ്ച് ചെയ്ത് വിക്ഷേപിച്ച് 2023 സെപ്റ്റംബർ 2 കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളാണ്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 എന്ത് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷൻ അല്ലെ, ആദ്യത്തെ സൗരദൗത്യം. കൂടാതെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാഹനമാണെങ്കിൽ PSLV C57. സോ ഈ ഒരു സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ ഒരു ദൗത്യത്തിന്റെ ആദിത്യ L1 മിഷൻ ഡയറക്ടർ SR ബിജു. മിഷൻ ഡയറക്ടറിന്റെ പേരെന്താ? SR ബിജു ആണ്. എങ്കിൽ സാറ്റലൈറ്റ് പ്രൊജക്ട് ആരെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് സാറ്റലൈറ്റ് പ്രൊജക്ട് നിഗർ ഷാജി. 2 പേരൊന്ന് പഠിക്കണം. SR ബിജു മിഷൻ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ ഓഫ് സാറ്റലൈറ്റ് പ്രൊജക്ട് നിഗർ ഷാജി. മക്കളെ ഈ ഒരു ആദിത്യ L1 വിക്ഷേപിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച വാഹനം PSLV C57 ആണ്. PSLV C58 ആകുമ്പോൾ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച പുതുവത്സര ദിനത്തിലാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. എങ്കിൽ PSLV C56 ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഈ ഒരു എക്സ്പെക്ടേഷൻ ഒരു ചോദ്യം ആ ഒരു സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSLV C56 എന്തായിരുന്നു പ്രത്യേകത ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ DSR
DSR എന്ന ഉപഗ്രഹം, സിംഗപ്പൂരിന്റെ ഒരു ഉപഗ്രഹമാണ് DSR. DSR ഭ്രമണപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഇന്ത്യ ഉപയോഗിച്ച വാഹനം ഏതാണ്? PSLV C56 ആണ്. സോ അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈ ഒരു ആദിത്യ L1ന്റെ പേലോഡേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം PSC ഇപ്പോൾ പേലോഡേഴ്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആദിത്യ L1ൽ ആകെ എത്ര പേലോഡർ എന്ന് ചോദിച്ചാൽ 7 പേലോഡർ. ഒന്നാമതായിട്ട് വെൽക്കാണ് കേട്ടോ. വെൽക്ക്, സ്യൂട്ട്, അതുപോലെ തന്നെ സോളക്സസ്, Hel1OS, ആസ്പെക്സ്, കൂടാതെ പാപ്പ, മാഗ് കേട്ടോ. ഇത് മാഗ് എന്ന് പഠിക്കാം. മാഗ് അതായത് ഇവിടെ നോക്കിക്കേ, ഈ മാഗ്നറ്റോമീറ്ററിനെയാണ് അതിൻ്റെ മാഗായിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ എത്ര പേലോഡർ ഉണ്ടെന്ന് വെച്ചാൽ 7 പേലോഡർ. ചന്ദ്രയാൻ 3ൽ ആകെ എത്ര പേലോഡർ? 7 പേലോഡർ. ഓർമ്മയുണ്ടല്ലോ, ചന്ദ്രയാൻ 3ൽ ആകെ 7 പേലോഡർ. ഇവിടെ ആദിത്യ L1ൽ ഈ ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ, ആദിത്യ L1ൽ കൊറോണൽ മാസ് ഇജക്ഷന്റെ ആഘാതം മനസ്സിലാക്കിയ പേലോഡർ ഏതെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ പറയേണ്ട പാപ്പയാണ് കേട്ടോ. പാപ്പ. ആദിത്യ L1ൽ കൊറോണൽ മാസ് ഇജക്ഷൻ, അതായത് നമ്മുടെ സൂര്യന്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്ക് കാന്തിക മണ്ഡലം ചാർജുള്ള കണങ്ങളും പ്രവഹിക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണൽ മാസ് ഇജക്ഷന്റെ ആഘാതം മനസ്സിലാക്കിയ ആദിത്യ L1ലെ പേലോഡർ ഏതെന്ന് ചോദിച്ചാൽ പാപ്പയാണ് കേട്ടോ. പാപ്പ. ഈ ഒരു ആദിത്യ L1ന്റെ കാലഘട്ടം അല്ലെങ്കിൽ അതിന്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 5 വർഷവും 2 മാസവും. 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1ന്റെ കാലാവധി. സോ ആദിത്യ L1മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ, ഇന്ന് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഫേസിലോട്ട്, ഡിഗ്രി ലെവലിൻ്റെ സെക്കൻഡ് ഫേസിലോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഫേസ് 1ലെ ചില ചോദ്യങ്ങളും അതുമായി അനുബന്ധ ചോദ്യങ്ങളുമാണ് നിങ്ങളോട്ട് എത്തിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്രദമാകുന്നു, നിങ്ങൾക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും കൊടുക്കുക. സോ കൂടാതെ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഗ്മെൻറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വരുന്ന എക്സാം നല്ലപോലെ എഴുതി നല്ലൊരു സ്കോർ നേടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്കിൽ തന്നെ എത്താൻ വേണ്ടിയുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു.